നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 808th day. Today 30th sloka of Pradhamaskandam 8th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 808ാം ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 30ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതീ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രധാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ഓം. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 30ാമത്തെ ശ്ലോകം. നവേദ കശ്ചിത് ഭഗവം ചികീഷിതം തവേഹ മാനസ്യ നൃണാം വിഡംബനം. നയസ്യ കശ്ചിത് ദൈതോസ്തി കർഹിചിത് ദേശശ്ച യസ്മിൻ വിഷമാമതിർനിണാം. ഓം തത്സത്. നവേദ കശ്ചിത് ഭഗവം ചികീഷിതം തവേഹ മാനസ്യ നൃണാം വിഡംബനം. നയസ്യ കശ്ചിത് ദൈതോസ്തി കർഹിചിത് ദ്വേഷ്യശ്ച യസ്മിൻ വിഷമാ കർഹിചിത് ദേശശ്ച യസ്മിൻ വിഷമാമതിർനൃണാം. ഓം തത്സത്. പദം പിരിക്കേണ്ടത് ന വേദ കശ്ചിത് ഭഗവാൻ ചികീർഷിതം ഭഗവൻ ചികീർഷിതം തവ ഈഹമാനസ്യ നൃണാം വിഡംബനം. ന യസ്യ കശ്ചിത് ദൈതോസ്തി കർഹിചിത് ദേശ്യ ച യസ്മിൻ വിഷമാ മതിർ നൃണാം. അതായത് ഭഗവൻ അല്ലയോ ഭഗവാനെ, നൃണാം മനുഷ്യരുടെ വിഡംബനം അനുകരണത്തെ ഈഹമാനസ്യ ചെയ്യുന്ന തവ അങ്ങയുടെ ചികീർഷിത പ്രവർത്തിപ്പാനുള്ള ഇഷ്ടം കശ്ചിത് ഒരുത്തനും ന വേദ അറിയുന്നില്ല, മനുഷ്യരൊന്നും അറിയുന്നില്ല. എന്തെന്നാൽ യസ്യ യാതൊരു അങ്ങയ്ക്ക് കശ്ചിത് ഒരുവനും ദൈത പ്രിയനായിട്ടും ദേശ്യ ച ദ്വേഷിക്കുവാൻ യോഗ്യനായിട്ടും കർഹിചിത് ഒരിക്കലും ഇല്ല, ഒരിക്കലും ന ഇല്ല. യസ്മിൻ യാതൊരുത്തൻ അങ്ങയിൽ, യസ്മിൻ യാതൊരു അങ്ങയിൽ നൃണാം മനുഷ്യർക്ക് വിഷമാം വേദമുള്ളതായ മതി ഭാവനയുണ്ട്. അതായത് മനുഷ്യരെല്ലാവരും ഭഗവാന് ഭേദഭാവനയുണ്ട് എന്ന് ചിന്തിക്കുന്നു. മനുഷ്യൻ്റെ രൂപം ധരിച്ച് മനുഷ്യന്മാരെ പോലെ ചെയ്യുന്ന പ്രവർത്തിക്കുന്ന അവിടുത്തെ ഇഷ്ടം, അതായത് ഓരോ സമയത്തും ദുഷ്ടന്മാരെ നിഗ്രഹിക്കുവാനും ശിഷ്ടന്മാരെ രക്ഷിക്കുവാനും അവതരിക്കുന്ന ഭഗവാന് ദുഷ്ടന്മാരോട് വെറുപ്പും ശിഷ്ടന്മാരോട് പ്രിയവും അങ്ങനെയൊന്നുമില്ല. ഓരോരുത്തരുടെയും കർമ്മവാസനയനുസരിച്ച് അവർക്ക് ലഭിക്കുന്നതാണ് ശിക്ഷയും രക്ഷയും ഒക്കെ. ഭഗവാൻ ഒരാളോട് പ്രത്യേകമായിട്ട് സ്നേഹമോ പ്രത്യേകമായിട്ട് അതൃപ്തിയോ ഇല്ല. ഭക്തന്മാരെ അനുഗ്രഹിക്കുക, ദുഷ്ടന്മാരെ നിഗ്രഹിക്കുക. ദുഷ്ടനാവുന്നത് കൊണ്ടാണ് അവർക്ക് ശിക്ഷ ലഭിക്കുന്നത്, അല്ലാതെ ഭഗവാന് പ്രിയം കുറഞ്ഞിട്ടോ ഒന്നുമല്ല. അവരവരുടെ കർമ്മമാണ് ആ ഭാവനയ്ക്ക് കാരണം. അത് നമ്മളെ സാധാരണ മനുഷ്യർക്ക് ഭഗവാന്റെ ആ കർമ്മങ്ങളുടെയൊന്നും സൂക്ഷ്മസ്വരൂപം അറിയുകയില്ല എന്ന് ദേവി പറയുകയാണ്. അതായത് അല്ലയോ ഭഗവാനെ, നിന്തിരുവടി മനുഷ്യനാട്യത്തെ അനുസരിച്ച് വരുന്നതിനാൽ അങ്ങയുടെ അഭിപ്രായം ആർക്കും അറിഞ്ഞുകൂടാ. അങ്ങയ്ക്ക് ഒരുവൻ പ്രിയനോ മറ്റൊരുവൻ ദേഷ്യനോ ആയിട്ടില്ല. എങ്കിലും നിന്തിരുവടി ചിലരെ രക്ഷിക്കുന്നതായിട്ടും ചിലരെ ശിക്ഷിക്കുന്നതായിട്ടും തോന്നുന്നു.
മനുഷ്യദൃഷ്ടിക്ക് തോന്നുന്നു. അത് മനുഷ്യൻ്റെ രാഗാദിവൃത്തികൾ കൊണ്ടാണ്, രാഗാദിവൃത്തികൾ കൊണ്ട് കലുഷിതമായ ബുദ്ധി കൊണ്ട് സമഭാവനയായിട്ടുള്ള അവിടുത്തെ മനസ്സിലാക്കാൻ കഴിയാഞ്ഞിട്ടാണ് എന്ന് കുന്തിദേവി ഭഗവാനോട് തന്നെ പറയുകയാണ്. ഭഗവാന്റെ വിശേഷണങ്ങൾ ദേവി ഭഗവാനോട് തന്നെ പറഞ്ഞുകൊണ്ട് സ്തുതിക്കുകയാണ്. മധുരയിലേക്ക് പോകുവാൻ ഒരുങ്ങി നിൽക്കുന്ന ഭഗവാനോട് കുന്തിദേവി സ്തുതിക്കുന്ന ഭാഗമാണ്. അതിപ്രശസ്തമായ കുന്തിസ്തുതിയാണ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ശ്ലോകം ഒരിക്കൽ കൂടി. നവേദ കശ്ചിത് ഭഗവൻ ചികിത്സിതം തവേഹമാനസ്യ നൃണാം വിഡംബനം നയസ്യ കശ്ചിത് ദൈതോസ്തി കർഹിചിത് ദ്വേഷശ്ച യസ്മിൻ വിഷമാമതിർനൃണാം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.